കഥകളി പഠിക്കണമെന്ന് പഠിപ്പിക്കോ? അത് നല്ല രസം. ആശാനോട് പറഞ്ഞൂടെ? അനിയനൊക്കെ ഈ ജന്മത്തിൽ അത് സാധിക്കും. വളർന്നുവരുന്ന മലയാള സിനിമയുടെ ശബ്ദശാസ്ത്ര സൗന്ദര്യത്തിനൊപ്പം ചേർത്തു വായിക്കേണ്ട ഒരു പേരാണ് ടി കൃഷ്ണനുണ്ണി. ഒന്നും മനസ്സിലാവണില്ല. അതേ ഞാനും വിശ്വസിച്ചില്ല. ഓർക്കുമ്പോ സമ്മതം അറിയാവുക. സുഹൃതം മുജ്ജന്മ സുഹൃതം. ശംഭോ മലയാളത്തിന്റെ അനവധി മികച്ച ചിത്രങ്ങൾക്ക് ശബ്ദത്തിന്റെ സൗന്ദര്യം അടയാളപ്പെടുത്തി ഇന്നും നിശബ്ദനായി സഞ്ചരിക്കുകയാണ് ടി കൃഷ്ണനുണ്ണി. ഒറ്റപ്പാലത്ത് വാര്യർ കുടുംബത്തിലായിരുന്നു ടി കൃഷ്ണനുണ്ണിയുടെ ജനനം. പിതാവ് കൃഷ്ണൻ വാര്യർ, മാതാവ് ശ്രീദേവി വാരസ്യാർ. 3 മക്കളിൽ മൂത്തവനായ കൃഷ്ണനുണ്ണി കുട്ടിക്കാലം തൊട്ടേ വിദൂരതയിൽ നിന്നും കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് വേണ്ടി കാതോർക്കുമായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ, ഞങ്ങളുടെ വീട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ കൂടി ട്രെയിൻ പോകുന്ന ശബ്ദങ്ങളും, പലതരം ട്രെയിൻ പോകുന്ന ശബ്ദം, അതായത് അന്ന് സ്റ്റീം എഞ്ചിനായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കൂടെ സ്റ്റീം എഞ്ചിനായിരുന്നു, പിന്നെ ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഈ പലതരം എൻജിൻ ഉള്ള ട്രെയിനുകളുടെ ശബ്ദങ്ങളും, അതുപോലെ ഒറ്റപ്പാലത്ത് രാത്രി കാലങ്ങളിൽ ദൂരെ നിന്നുള്ള ഈ കല്യാണ പന്തലുകളിൽ നിന്നുള്ള പാട്ടുകളുണ്ട്, ഹിന്ദി പാട്ടുകളുടെ പാരഡികൾ മലയാളത്തിൽ. അതെല്ലാം അന്നത്തെ ഒറ്റപ്പാലത്തെ ഒരു, അതുപോലെ ഈ ഫെബ്രുവരി മാസത്തിലുള്ള അവിടെയുള്ള കാവുകളിൽ, അവിടെ ചെനക്കത്തൂർ കാവാണ്ടത്തുള്ള പൂരത്തിന് സമയത്തുള്ള ചില വാദ്യങ്ങളുടെ ശബ്ദങ്ങളും, അതുപോലെ ഈ ഡിസംബർ ജാനുവരി സമയത്തുള്ള കാറ്റുകാലത്ത് കണ്ടിന്യൂസ് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം, ഇതെല്ലാം എന്നെ അന്ന് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റ് ചെയ്യുന്നു ശബ്ദം. ഇപ്പം ഞാൻ ആലോചിക്കും, അന്ന് അതിനെപ്പറ്റി അറിയില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ എനിക്ക് മാത്രമേ എനിക്ക് മനസ്സിൽ പോകുള്ളൂ. ബാല്യകാലത്ത് തന്നെ കഥകളുമായി പരിചയപ്പെടാൻ കൃഷ്ണനുണ്ണിക്ക് അവസരം ലഭിച്ചു. അമ്മയുടെ വായനാശീലവും പട്ടാളക്കാരനായിരുന്ന അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകളും ആ മനസ്സിനെ സ്വാധീനിച്ചു. അമ്മയ്ക്ക് വായനയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വായന എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് അന്നുണ്ടായിരുന്ന ലോക്കൽ ലൈബ്രറി അതോറിറ്റിയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുസ്തകം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കലായിരുന്നു എൻ്റെ ഒരു ജോലി. അക്കാലത്ത് ആ ലൈബ്രറിയിലുണ്ടായിരുന്ന വളരെയധികം പുസ്തകങ്ങൾ അമ്മ വായിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഞാനും ആ പുസ്തകങ്ങൾ വായിച്ചു. അങ്ങനെ ഒരു വായനാശീലം എനിക്ക് ഡെവലപ്പ് ചെയ്ത് പ്രധാനമായിട്ട് എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു. അത് പോരാഞ്ഞിട്ട് അച്ഛനാണ് ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വലിയ താല്പര്യം. അപ്പോൾ അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ അന്നേ ആ ലൈബ്രറിയിലുള്ള പേൾ ബക്ക്, അതുപോലെ ഹെമിംഗ്വേ, ഇങ്ങനെയുള്ള പല ആൾക്കാരുടെയും പുസ്തകങ്ങൾ ഞാൻ അന്നേ സ്കൂൾ പഠിക്കുന്ന തന്നെ ഒരുവിധം വായിച്ചിരുന്നു. ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലായിരുന്നു കൃഷ്ണനുണ്ണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. പഠനകാലത്ത് കലാപ്രവർത്തനങ്ങളിൽ ഒന്നിലും ഏർപ്പെട്ടിരുന്നില്ലെങ്കിലും നല്ലൊരു കലാ ആസ്വാദകനായിരുന്നു അദ്ദേഹം, അതും ശബ്ദങ്ങളുടെ ആസ്വാദകൻ. സ്കൂളിലുള്ള യൂത്ത് ഫെസ്റ്റിവലുകളും അതുപോലെയുള്ള പ്രോഗ്രാംസ്, അടുത്ത സ്കൂളുകളിലെ പ്രോഗ്രാംസ് വരെ കാണാൻ പോകുമായിരുന്നു. അതുപോലെ ഈ അമ്പലത്തിലുള്ള ഈ കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, ഇങ്ങനത്തെ എനിക്ക് അന്നേ ഒരു താല്പര്യമായിരുന്നു. പല അമ്പലങ്ങളിലുള്ള ഈ വാദ്യമേളങ്ങൾ, പഞ്ചവാദ്യം, ഇതൊക്കെ എനിക്ക് അന്നേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ജനറലായിട്ടൊരു സാധാരണ അന്നുണ്ടാകുന്ന ഏതൊരു കുട്ടിക്കുണ്ടാകും എന്നുള്ള പോലുള്ള താല്പര്യത്തിൽ കൂടുതലുണ്ടായിരുന്നു തോന്നുന്നില്ല. സിനിമയുടെ കാര്യം അതേപോലെ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്നു. ന്യൂസ് പേപ്പർ ബോയ് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ, എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിരുന്നു ന്യൂസ് പേപ്പർ ബോയ് കണ്ടത്. അതിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കൂടെ വന്ന് അവരെനിക്ക് കഥ പറഞ്ഞു തരിക, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് അത്ര ചെറിയ കുട്ടിയെ കഥ പോലും മനസ്സിലായി. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഇന്നും അതിൻ്റെ മനസ്സിൽ നിന്ന് ന്യൂസ് പേപ്പർ ബോയുടെ പല ഒരു ഇംപ്രഷൻ അന്ന് കിട്ടിയത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ പഠിക്കുന്ന കാലത്ത് കണ്ട സിനിമകൾ കൃഷ്ണനുണ്ണിയെ സ്വാധീനിച്ചുവെങ്കിലും സാക്ഷാൽ യേശുദാസിന്റെ ശബ്ദമാധുര്യമാണ് തന്നിൽ സിനിമയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്നത്തെ സിനിമകളിൽ ഞങ്ങൾ കോളേജ് പഠിക്കുക, പ്രത്യേകിച്ച് ക്രൗൺ തിയേറ്ററിൻ്റെ
കൃഷ്ണസ്വാമി എന്ന് അദ്ദേഹത്തിന് പേര്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് ഓണറാണ്, ക്രൗൺ തിയേറ്ററിൻ്റെ ഓണറാണ്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ക്രൗൺ തിയേറ്റർ ആയ കാരണം ഞങ്ങൾ പല പടങ്ങളും ക്രൗൺ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. മലയാള പടങ്ങൾ കോളേജ് പഠിക്കുമ്പോഴും മലയാള പടങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോഴെല്ലാം നമ്മൾ പടത്തിനാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഡേവിഡ് ലീനാണ് ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ എടുത്തതെന്നുള്ളത് എനിക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലായി. ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയിനെ അന്ന് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡേവിഡ് ലീനാണെന്നുള്ളത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലായി. അതുപോലെ കപ്പോളയുടെ പടങ്ങളൊക്കെ പിന്നെയാണ് ഇത് കപ്പോള എടുത്ത പടങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ ആളെ ബേസ് ചെയ്തിട്ടായിരുന്നില്ല അന്ന് എന്നെപ്പോലുള്ള കുറേ ആൾക്കാർ സിനിമ കണ്ടിരുന്നത്, സിനിമ നോക്കിയിട്ടാണ്. പിന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസുകളിൽ യേശുദാസിൻ്റെ പാട്ടുകളാണ്. യേശുദാസിൻ്റെ പാട്ടുകൾ എനിക്ക് പലപ്പോഴും പാട്ടുകാരനാണോ പാട്ട് റെക്കോർഡ് ചെയ്യാനാണോ ഒന്നുമല്ല, പക്ഷെ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു സിനിമയുടെ ഭാഗമായാൽ കൊള്ളാം എന്ന് തോന്നുമായിരുന്നു. അതിന് യേശുദാസാണ് പ്രധാനമായിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്ന് കേൾക്കുമ്പോഴും എനിക്ക് ആ കാലം ഓർമ്മ വരും. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ തലമുറയിലുള്ള ഒരു 99% ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ആ ഒരു നൊസ്റ്റാൾജിയ. കോളേജ് പഠനശേഷം സിനിമയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും കൃഷ്ണനുണ്ണി അതൊക്കെ മാറ്റിവെച്ച് മറ്റു ജോലികൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയല്ല. BSc വന്ന് തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. BSc ഞാൻ പാസ്സായതിനു ശേഷം ആക്ച്വലി ഞാനൊരു ജോലിക്ക് വേണ്ടി കുറേ ശ്രമിച്ചു. കിട്ടാത്തപ്പോൾ എനിക്ക് ഈ FTIയിലുള്ള അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം എനിക്ക് ആക്സിഡൻ്റലായിട്ട് കിട്ടുകയാണ്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ സൗണ്ട് റെക്കോർഡിങ് ഫിസിക്സ് ആയിരുന്നു BSc. കാരണം സൗണ്ടിന് അപ്ലൈ ചെയ്ത് FTIയിൽ കിട്ടുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സൗണ്ടിന് പോകണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ്, ഫിലിമിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല. ആക്സിഡൻ്റലായിട്ട് ശരിക്കും ചെന്ന് പെട്ടതാണ്. അവിടെ മാഷന്മാരും സ്റ്റുഡൻസായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടല്ലോ, അതവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. അന്ന് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലിപ്പോൾ ഒരു സാറ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും. അദ്ദേഹം സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിനോട് ചോദിക്കും, വിൽ യു ഹാവ് എ ഫാഗ്? അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻസ്, സർ ക്യാൻ ഐ ഹാവ് എ ഫാഗ്? അങ്ങനെ ചോദിച്ചിട്ട് അത്ര ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടകലർന്നു. സ്റ്റുഡൻസും സ്റ്റാഫും അധ്യാപകരും വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് ഫ്രണ്ട്സ് പോലെയാണ് പെരുമാറിയത്. പക്ഷേ അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള റിലേഷൻ അത്ര നന്നായ കാരണം എന്ത് സംശയങ്ങളും എപ്പോൾ വേണമെന്ന് വെച്ചാൽ ഏത് അധ്യാപകനോടും പോയി ചോദിക്കാം. ഏത് അർദ്ധരാത്രികൾ അദ്ദേഹം പറഞ്ഞു തരും.